Praise the Lord. ബഹുമാന്യരും സ്നേഹമുള്ളവരുമായവർ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം സംസാരിക്കും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ്. ഇപ്പോൾ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് യേശു ലോകത്തെ അറിയിച്ചത്. മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള പ്രാധാന്യമായി യേശു പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരുന്ന എല്ലാ സംഭാഷണങ്ങളിലും അത് എപ്പോഴും വളരെ വ്യക്തമായി തിരിച്ചറിയുവാനും കഴിയും. യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ തമ്മിൽ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞതിന് വലിയ കാര്യമാണ്. ഈ ലോകത്തിൽ മനുഷ്യനായിരിക്കുമ്പോൾ അനേക പ്രതിസന്ധികളിൽ കൂടിയും പ്രതികൂലങ്ങളിൽ കൂടിയും വളരെ ഞെരുക്കം അനുഭവിച്ച് മുൻപോട്ട് പോകുന്ന അനേക സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഈ സമയത്തെ അതിജീവിക്കുവാൻ വേണ്ടി യേശു ഇവിടെ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാൻ. അപ്പോൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ മറ്റൊരാളിൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവൻ നേരിട്ട് കൊണ്ടിരിക്കുന്നതായ ഏറ്റവും വലിയ വിഷമസന്ധിയിൽ നിന്നും ആ മനുഷ്യനെ നിഷ്പ്രയാസം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയും. അതിനാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്ന് യേശു പറയുവാൻ ഇടയായി. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന്. ഇപ്പോഴനേക പരീക്ഷകൾ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാം. അതിജീവിക്കുവാൻ കഴിയാത്തതായ പ്രതികൂല സാഹചര്യങ്ങൾ, ഇതൊക്കെയും മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് വാസ്തവമായും വിശ്വാസത്തിന്റെ പരിശോധനയാണ് അവിടെ നടക്കുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തിൽ എത്ര വിശ്വസിക്കുന്നു, ദൈവത്തിൽ എത്രമാത്രം ഓരോ മനുഷ്യൻ ആശ്രയിക്കുന്നു, അവന്റെ ആ പ്രതികൂലത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷിക്കുന്നത് വരെയും അവൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുവാൻ വേണ്ടിയുള്ള ശോധനകൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഓരോ മനുഷ്യനും ഉണ്ടാകും എന്നുള്ളതിവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വിശ്വാസത്തിന്റെ ശോധന ശക്തമാകുമ്പോൾ നമ്മളിലും ദൈവത്തിൽ ആശ്രയിച്ച്
ഉറച്ച് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ പരിശോധനയെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയും ഒരു ജീവിതത്തിൽ ഇപ്രകാരമൊക്കെ സംഭവിക്കും എന്നുള്ള കണക്ക് നാം കൂട്ടുക മാത്രമല്ല, അത് നമ്മൾ ബോധ്യപ്പെടുകയും അതിനെ ജയിക്കുകയും നാം ചെയ്യുമ്പോഴാണ് ദൈവത്തിന് കൊള്ളാവുന്നവരായി നമ്മൾ തീരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ വിശ്വാസത്തിൽ നല്ല സ്ഥിരതയുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വാസത്തിൽ തികഞ്ഞവരായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് തമ്മിൽ സ്നേഹിക്കുവാനും പരസ്പരം വേദനകളെ കൈമാറുവാനും കഴിയും. നാം ജീവനുള്ളവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം, അവർക്ക് വേണ്ടി നാം ജീവിക്കണം. അപ്പോഴാണ് ദൈവത്തിന് ഇഷ്ടമുള്ളതായ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നതും. അതിലുപരിയായി ദൈവം നമ്മെ വലിയവരായി ഉന്നതന്മാരായി എണ്ണുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്. അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ കർത്താവിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാലുപോലെ ആക്കുന്നു, ഉന്നതങ്ങളിന്മേൽ എന്നെ നടത്തുമാറാക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങൾ കടന്നു വരിക എന്ന് പറയുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്ന അത്തിവൃക്ഷം ഫലം തരികയില്ല. നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ പാലസ്തീനിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയും അത്തി വളരെ സമൃദ്ധമായി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അത് ഫലം തന്നില്ല എങ്കിൽ തീർച്ചയായും അത് കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റേതായ നഷ്ടങ്ങളും ദാരിദ്ര്യവും ആ കാലഘട്ടത്തിൽ അവർ അനുഭവിക്കേണ്ടി വരും. അവരുടെ ജീവിതത്തിൽ അതുണ്ടാകുകയും ചെയ്യും. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത് കൊണ്ട് എനിക്ക് ഉപജീവനം കഴിക്കാം, ഇന്നത് ഞാൻ നട്ടിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഫലം ലഭിക്കും, ആ ഫലം ലഭിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ ആഗ്രഹിച്ച് മനുഷ്യൻ ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഫലം പുറപ്പെടുവിക്കുകയില്ല, ഫലം തരികയില്ല. അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്കും ക്ഷാമത്തിലേക്കും വലിയ കഷ്ടത്തിലേക്കും പ്രതിരോധങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായും ദൈവത്തിൽ മനുഷ്യൻ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് ദൈവം മനുഷ്യനായി ഒരുക്കിയിരിക്കുന്ന എല്ലാ സമൃദ്ധികളും അവന് നൽകുവാൻ ഇടയായി, അതവൻ അനുഭവിക്കുവാനും ഇടയായി തീരുന്നത്. അപ്രകാരം ആകണമെങ്കിൽ തീർച്ചയായും മനുഷ്യന് ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിൽ പലപ്പോഴും പല ശോധനകളും അതുപോലെ തന്നെ പരീക്ഷകളൊക്കെയും നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടുമ്പോൾ ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ രക്ഷിക്കും, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതാണ്, ആ ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്
എന്നൊക്കെയും മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്നതും നാമൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കുന്നതും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതും ഒക്കെ. ഇതിനെയൊക്കെയും ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന്. ഇന്ന് വാസ്തവമായും നാം നോക്കുന്നുവെങ്കിൽ എവിടെയാണ് സ്നേഹം? സ്നേഹം എവിടെയോ പോയി എന്ന് പറയാൻ പറ്റും. അങ്ങനെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസവും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കും. അല്ലെങ്കിൽ അവർ ദൈവവുമായി ബന്ധമില്ലാത്തവരായിരുന്നു. ഇപ്പോഴും അവർ അപ്രകാരം തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇവിടുത്തെ കഷ്ടങ്ങളൊന്നും നാം ഓർത്ത് വ്യാകുലപ്പെടുകയോ നമ്മൾ അസ്വസ്ഥരാക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാത്തവരാണെന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിച്ച് തകർന്നവരായി പ്രത്യാശയില്ലാത്തവരായി ജീവിക്കേണ്ടവരല്ല മനുഷ്യർ. മനുഷ്യന് ദൈവം ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യത ഇവിടെ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല. അവിടെ എന്നും ദൈവത്തോടു കൂടി ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം തരുന്ന സന്തോഷം, അതൊക്കെ അവസാനമില്ലാത്ത കാലത്തോളം അനുഭവിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും നാം നേരിടുന്നത്. എന്നാൽ ദൈവം അല്പസമയം നമ്മെ, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരോ ദൈവത്തിൽ വിശ്വസിക്കാത്തവരോ ആയിത്തീരരുത്. നാം ദൈവത്തിൽ എപ്പോഴും ഉറക്കെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോട് കൂടെ നിത്യതയിൽ എടുക്കപ്പെടുകയും യേശുവിനോട് കൂടെ വസിക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നാം ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ കൃപ സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.